ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ആക്റ്റീവ വണ്ടികളിൽ അഥവാ ഡിയോ ആക്റ്റീവ സ്കൂട്ടി മാതിരി വണ്ടികളിൽ ഗിയർ ഓയിൽ എന്നൊരു സംഭവം, എഞ്ചിൻ ഓയിൽ മാത്രമല്ല ഗിയർ ഓയിൽ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഏരിയ. കൃത്യമായ രീതിയിൽ ഈ ഓയിൽ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഗിയർ പിനിയനും ബെയറിങ്ങും വരുന്നുണ്ട്. അത് വീലായിട്ട് കണക്റ്റഡാണ്, ക്ലച്ചായിട്ട് കണക്റ്റഡാണ്. അത് വന്നിട്ട് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ടോ കൂട്ടുകാരെ, ഇതിൻ്റെ ഓയിൽ എത്ര കരിയായിട്ടുണ്ടെന്ന് നോക്കിയേ. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെയറിങ്ങും പിനിയനും തേഞ്ഞ് നാശമായി പോവും. ഫുള്ള് ഓയിൽ പുറത്തേക്ക് വന്നതിന് ശേഷം ഒന്ന് ചരിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ നിൽപ്പുണ്ടെങ്കിൽ പുറത്തോട്ട് വരാനാണ്. ഇമാതിരി ഇങ്ങനെ ചരിച്ച് കൊടുക്കണം. അപ്പോൾ ഈ അകത്ത് തങ്ങി നിൽക്കുന്ന ഓയിൽ പുറത്തോട്ട് വരും. പൂർണ്ണമായി ഓയിൽ പുറത്ത് വന്നതിന് ശേഷം ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുക. വാഷറൊക്കെ നോക്കിയതിന് ശേഷം കൈ കൊണ്ട് ത്രെഡ് ഫുള്ളായി പിടിപ്പിച്ച് ക്ലോസ് ചെയ്യുക. അതിനുശേഷം റിങ്ങോ ബോക്സോ ഇട്ട് മീഡിയം ടൈറ്റ് വയ്ക്കുക. ഓവർ ടൈറ്റ് ആവാൻ പാടില്ല. ഹൗസിങ് ഓയിൽ ഇതാണ്, 80-90 ഇതേപോലെ നോസിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിക്കാം. പൂർണ്ണമായി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഓയിൽ ബോൾട്ടും വാഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ത്രെഡ് കൈ കൊണ്ട് പിടിപ്പിച്ച് ഫുള്ള് ടൈറ്റ് ചെയ്യുക. കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ റിങ്ങോ ബോക്സോ ഇട്ട് മീഡിയം ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മീഡിയം ടൈറ്റ് ചെയ്യുക. ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.